ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 10ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കൺക്ലൂഷനാണ്. ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വീണ്ടും നമ്മൾ അടുത്ത ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് മൊറാഴ സമരത്തെക്കുറിച്ചാണ്. 2ാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്ക് എതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. ഓക്കെ, അപ്പോൾ 2ാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനമുറകൾക്കും എതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. മൊറാഴ സമരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1940 സെപ്റ്റംബർ 15. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് മൊറാഴ സമരം നടന്ന വർഷം എന്നാന്ന് തന്നെയാണ്. അത് 1940 സെപ്റ്റംബർ 15 സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ മൊറാഴ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് K. കുട്ടിക്കൃഷ്ണ മേനോനാണ്. ഓക്കെ, അപ്പോൾ മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് K. കുട്ടിക്കൃഷ്ണ മേനോനാണ്. മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ചോദിച്ചേക്കണ ചോദ്യമാണ്. ആരാണ്? KPR ഗോപാലൻ. ഇങ്ങനെയാണ് ചോദിച്ചത്. KPR ഗോപാലൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ അത് മൊറാഴ സമരമാണ്. അപ്പോൾ മൊറാഴ സമരത്തോട് അനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാന്ന് ചോദിച്ചാൽ അത് KPR ഗോപാലനാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് നിന്ന് വിമുക്തമാക്കാൻ കാരണക്കാരനായത് ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. അതായത് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വധശിക്ഷ മാറ്റി പിന്നീട് എന്താവുകയാണ്? ജീവപര്യന്തമാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു, പക്ഷെ അതിൽ നിന്നും വിമുക്തനാക്കിയത് ഗാന്ധിജിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വധശിക്ഷ എന്ന് പറയുന്നത് മാറ്റി വീണ്ടും എന്തായി? ജീവപര്യന്തമാക്കി മാറ്റി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൊറാഴ സമരം എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്നാണ്? 1940 സെപ്റ്റംബർ 15 മൊറാഴ സമരം. എന്തായിരുന്നു ഇതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ മക്കളെ എന്താണ്? 2ാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനമുറകൾക്കും എതിരെ നടന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മൊറാഴ സമരം. ഇത് ഏത് ജില്ലയിലാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാഴ സമരം നടന്ന ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? കണ്ണൂർ ജില്ല. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് K. കുട്ടിക്കൃഷ്ണ മേനോനാണ്. ഇതിന് നേതൃത്വം നൽകിയ പാർട്ടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ച വിപ്ലവകാരി ചോദിച്ചാൽ അത് KPR ഗോപാലനാണ്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ജീവപര്യന്തമാക്കി എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും ഫാക്റ്റാണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നത് മൊറാഴ സമരം നടന്ന വർഷം എന്നാന്നുള്ളതും മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ്? അത് കണ്ണൂർ ജില്ല എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് വധിക്കപ്പെട്ട വിപ്ലവകാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? KPR ഗോപാലനാന്നുള്ളതും. പക്ഷെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഗാന്ധിജി ഇടപെട്ട് എന്താക്കി? ജീവപര്യന്തമാക്കി എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു സമരത്തിലേക്ക് നോക്കാം. അതായത് കയ്യൂർ സമരം. ഒത്തിരി തവണ PSC ചോദിച്ച മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, കയ്യൂർ സമരം. കയ്യൂർ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് കയ്യൂർ സമരം. ഓക്കെ, അപ്പോൾ കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെട്ടതാണ് കയ്യൂർ സമരം എന്ന പേരിൽ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്.
കയ്യൂർ സമരം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ ഓർത്തു വെക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കയ്യൂർ സമരം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1941 കയ്യൂർ സമരം നടക്കുന്നത്. അതേപോലെ തന്നെ ചോദിച്ച ചോദ്യമാണ് കയ്യൂർ സമരം നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. അപ്പോൾ ഓർത്തു വെക്കണം, എന്താണ് കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തതിനെതിരെ നടത്തിയ സമരങ്ങളാണ് കയ്യൂർ സമരം. അതേപോലെ ഇത് നടന്ന വർഷം 1941. നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ ഏത് താലൂക്കിലാണ് കയ്യൂർ സമരം നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഹോസ്ദുർഗ് താലൂക്കിലാണ്. ഓക്കെ, ഓർത്തു വെക്കണം, കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിയങ്കോട് നദിയാണ്. കാസർഗോഡിലൂടെ ഒഴുകുന്ന കരിയങ്കോട് നദിയുടെ തീരത്താണ് കയ്യൂർ സമരം നടന്നത്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കരിയങ്കോട് നദി തന്നെയാണ്. ഓക്കെ, അപ്പോൾ തേജസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? കരിയങ്കോട് നദി. അതായത് തേജസ്വിനി നദിയുടെ തീരത്ത് തന്നെയാണ് ഏത് കയ്യൂർ സമരം നടന്നതും. ഓക്കെ, 2016 75-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സമരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയ്യൂർ സമരമാണ്. ഓക്കെ, അപ്പോൾ 2016 75-ാം വാർഷികം ആഘോഷിച്ച സമരം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയ്യൂർ സമരമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്ബരായരാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരാണ് പോലീസ് പിടിയിലായത്. അപ്പോൾ കയ്യൂർ സമരത്തെ തുടർന്ന് എത്ര പേരാണ് പോലീസ് പിടിയിലായത്? 61 പേർ എന്ത് ചെയ്തു? പോലീസ് പിടിയിലായി. ഓക്കെ, അപ്പോൾ കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരാണ് പോലീസ് പിടിയിലായത്. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ? മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, കോയിത്തോട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. അപ്പോൾ ഇത്രയും പേരാണ് എന്ത് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വ്യക്തിയാണ് മഠത്തിൽ അപ്പു, 2 പെടോര കുഞ്ഞമ്പു നായർ, 3 കോയിത്തോട്ടിൽ ചിരുകണ്ഠൻ, 4 പള്ളിക്കൽ അബൂബക്കർ. ഓക്കെ, അപ്പോൾ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട വ്യക്തികൾ ആകെ എത്ര പേരാ? 4 പേരാണ്. അതിലൊന്നാണ് മഠത്തിൽ അപ്പു, അതേപോലെ തന്നെ എന്താണ് പെടോര കുഞ്ഞമ്പു നായർ, കോയിത്തോട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. ഇത്രയും പേരുടെ പേരൊന്ന് ഓർത്തു വയ്ക്കുക. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയതും എന്നാണെന്ന് ചോദിച്ചാൽ 1943 മാർച്ച് 29-നാണ് കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത്. 1943 മാർച്ച് 29. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് അയച്ചത്. ഓക്കെ, അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായർ. ഓക്കെ, അപ്പോൾ ചുരിക്കാടൻ കൃഷ്ണൻ നായരെ മാത്രമാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനാലാണ് അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് അയച്ചത് എന്നുള്ളതും ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായരെ മാത്രമാണ് എന്ത് ചെയ്തത്? ഇതിൽ നിന്നും ഒഴിവാക്കിയത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഒരു കാലത്ത് PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിരുന്നു കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം. അതായത് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിരഞ്ജനയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നിരഞ്ജനയാണ്. കയ്യൂരും കരിവള്ളുവരും എന്ന കൃതി രചിച്ചത് കയ്യൂരും കരിവള്ളുവരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു. അപ്പോൾ കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് VV കുഞ്ഞമ്പു ആണ്.
അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് മക്കളെ, ഓർത്തു വെച്ചോ. രണ്ടും രണ്ട് പേരുകളാണ്. അതായത് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AV കുഞ്ഞമ്പു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പക്ഷേ എന്താണ്, കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് VV കുഞ്ഞമ്പു ആണ്. അപ്പോൾ ഇനിഷ്യലിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടും മാറിപ്പോവരുത്, കൺഫ്യൂസിങ് ആണ്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി AV കുഞ്ഞമ്പു, കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് VV കുഞ്ഞമ്പു ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമയാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? EK നായനാർ ആണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് EK നായനാർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞു കയ്യൂർ സമരം, കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെട്ടതാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. നടന്ന വർഷം എന്നാണ് മക്കളെ? 1941 കയ്യൂർ സമരം നടക്കുന്നത്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഹോസ്ദുർഗ് താലൂക്ക്. ഓർത്തു വയ്ക്കുക, ഹോസ്ദുർഗ് താലൂക്ക്. ഓക്കെ, ഇനി ഏത് നദിയുടെ തീരത്താണ് നമ്മുടെ കയ്യൂർ സമരം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കരിയങ്കോട് നദിയുടെ തീരത്താണ്. കരിയങ്കോട് നദി അതർവൈസ് നോൺ എസ് എന്താണ്? തേജസ്വിനി നദി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിയങ്കോട് നദിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2016 75-ാം വാർഷികം ആഘോഷിച്ചത് എന്തിന്റെ? കയ്യൂർ സമരത്തിന്റെ. അതേപോലെ തന്നെ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ. ഒരിക്കൽ PSC ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം. കയ്യൂർ സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്ബരായരാണ്. 61 പേരാണ് പോലീസ് പിടിയിലായത്. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട 4 പേരാരൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. മഠത്തിൽ അപ്പു, പെടോര കുഞ്ഞമ്പു നായർ, കോയിത്തോട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കര അബൂബക്കർ. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായരെ മാത്രം എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തെ തൂക്കിക്കൊന്നില്ല. അതിന് പകരം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് എന്ത് ചെയ്തു? വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് അയച്ചത്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ നോവൽ രചിച്ചു നിരഞ്ജന. കയ്യൂരും കരിവള്ളുവരും എന്ന കൃതി AV കുഞ്ഞമ്പു. മറക്കരുത്, കയ്യൂർ സമര ചരിത്രമാണെങ്കിൽ മക്കളെ അത് VV കുഞ്ഞമ്പു ആണെന്നുള്ളതും ഓർത്തു വെക്കുക. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? EK നായനാർ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പഠിച്ച് സെറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം നമ്മൾ റിവിഷൻ ചെയ്ത് വീണ്ടും വീണ്ടും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മൊത്തമായി ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വർഷങ്ങളുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്തെ മൊത്തം നിങ്ങൾക്ക് മാർക്കും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്താണ് ക്വിറ്റ് ഇന്ത്യ സമരം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷമാണ് 1942 ഓഗസ്റ്റ് 9. അപ്പോൾ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം എന്നാണ് മക്കളെ? 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന പ്രദേശങ്ങളായിരുന്നു കയ്യൂര്, മൊറാഴ, കരിവള്ളുവര്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് സമരങ്ങൾ നടന്ന പ്രദേശങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയ്യൂര്, മൊറാഴ, കരിവള്ളുവര്. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് ഈ താഴെ പറയുന്നവയിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമരങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓർത്തു വെച്ചോ, കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമരങ്ങൾ നടന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കയ്യൂർ, മൊറാഴ, കരിവള്ളുവർ. 3 സ്ഥലങ്ങൾ ഓർത്തു വെച്ചോ. കയ്യൂര്, മൊറാഴ, കരിവള്ളുവർ എന്നീ സ്ഥലങ്ങളിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന
സമരങ്ങൾ നടന്ന പ്രദേശങ്ങൾ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു: ഒന്ന്, സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, അതായത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക. ഇതൊക്കെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ. ഒന്ന്, സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് വരിച്ച നേതാക്കളാണ്: ഒന്ന്, കെ കേളപ്പൻ, MP നാരായണ മേനോൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് വരിച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? കെ കേളപ്പൻ, MP നാരായണ മേനോൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. അതേപോലെ തന്നെ ഇത്രയും 4 പേരാണ് നിലവിൽ എന്ത് ചെയ്തത്? കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എന്താണ്? അറസ്റ്റ് വരിച്ച നേതാക്കൾ. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരത്തിലേക്ക് എത്തണം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏതൊരു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആരംഭിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്: കയ്യൂര്, മൊറാഴ, കരിവള്ളുവർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് സർക്കാർ കെട്ടിടങ്ങളെല്ലാം നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് വരിച്ച നേതാക്കളായിരുന്നു ആരൊക്കെ? കെ കേളപ്പൻ, MP നാരായണ മേനോൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ എന്നിവർ. ഓക്കെ, ഇനി ഏതു പാലമാണ് തകർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫറൂഖ് പാലമാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് തകർക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. ഓക്കെ, അപ്പോൾ ഗൂഢാലോചന നടത്തിയത് ഏത് പാലം തകർക്കാനാ? ഫറൂഖ് പാലമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഏതാന്ന് ചോദിച്ചാൽ മാസികയാണ് സ്വതന്ത്ര ഭാരതം. ഏതാണ്? സ്വതന്ത്ര ഭാരതം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ, അറസ്റ്റ് വരിച്ച നേതാക്കൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക സ്വതന്ത്ര ഭാരതം, ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രസ്താവനയ്ക്ക് എന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഒന്നുകൂടി ഓർത്തു വെച്ചോ, 42 ഓഗസ്റ്റ് 9 ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീഴരിയൂർ ബോംബാക്രമണമാണ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? കീഴരിയൂർ ബോംബാക്രമണം. അപ്പോൾ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് ആക്രമണം. കീഴരിയൂർ ബോംബാക്രമണം നടന്ന ജില്ലയാണ് ഏത്? കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബാക്രമണം നടന്നത്. ഓക്കെ, അപ്പോൾ കീഴരിയൂർ ബോംബാക്രമണം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. അപ്പോൾ കേരളത്തില് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭവം താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചാലോ അത് കീഴരിയൂർ ബോംബ് ആക്രമണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന കീഴരിയൂർ ബോംബാക്രമണം. കീഴരിയൂർ ബോംബാക്രമണം നടന്നത് കോഴിക്കോട്. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1942 നവംബർ 17. 42 നവംബർ 17.
കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തികൾ ആകെ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 പേരാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കീഴരിയൂർ ബോംബാക്രമണം നടന്ന ജില്ല കോഴിക്കോട്, 42 നവംബർ 17. നമുക്ക് ഒരു ബേസ് ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കീഴരിയൂർ ബോംബാക്രമണം നടന്ന 1942 ചോദിക്കും. അതേപോലെ തന്നെ കീഴരിയൂർ ബോംബാക്രമണം നടന്ന ജില്ല കോഴിക്കോട്, അതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1942 നവംബർ 17 എന്ന് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ 1942 നവംബർ 17 കീഴരിയൂർ ബോംബാക്രമണം നടന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തികൾ എത്ര പേരാ? 27. ഓക്കെ, അപ്പോൾ 17 നവംബർ 17 നടന്നത്. അതിൻ്റെ അകത്ത് എന്താണ്, 27 പേരാണ് അറസ്റ്റിലായത്. 10 കൂട്ടുക 27 പേര്, അങ്ങനെ ഓർത്ത് വയ്ക്കുക, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കീഴരിയൂർ ബോംബാക്രമണം നടന്നത് 42 നവംബർ 17. അതിനോടൊരു 10 കൂട്ടുക 27 പേര് എന്ത് ചെയ്തു, ഇതിൽ നിന്നും അറസ്റ്റിലായി. KB മേനോൻ ഉൾപ്പെടെ 13 പേർ ആജീവനാന്ത തടങ്കലിലായി. ഓക്കെ, അപ്പോൾ എന്താണ് KB മേനോൻ, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു വ്യക്തിയുടെ പേര് ഓർത്ത് വെച്ചോ. KB മേനോൻ ഉൾപ്പെടെ 13 പേർ ആജീവനാന്ത തടങ്കലിലായി. ഓക്കെ, അപ്പോൾ KB മേനോൻ ഉൾപ്പെടെ 13 പേരാണ് ആജീവനാന്ത തടങ്കലിലായത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികളാണ് ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർത്തു വയ്ക്കുക. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ KB മേനോൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ 2 വ്യക്തികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് KB മേനോൻ. ആരാണ്? KB മേനോൻ. ഒന്ന് കുഞ്ഞിരാമക്കിടാവ്. 1942 നവംബർ 9 വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് KB മേനോനാണ്. ഓക്കെ, അപ്പോൾ 1942 നവംബർ 9 വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? KB മേനോനാണ്. വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ കൂടിയ മീറ്റിംഗിലാണ് KB മേനോൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഉന്നയിക്കുന്നതും നവംബർ 9 വിധ്വംസക ദിനമായി ആചരിക്കാനായി തീരുമാനിച്ചതും. ഓക്കെ, അപ്പോൾ വിധ്വംസക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് താഴെ പറയുന്നവയിൽ ഏത് നേതാവാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KB മേനോൻ. ആരാണ്? KB മേനോൻ. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ശക്തമാക്കാനും വിവിധയിടങ്ങളിൽ ആളപായമില്ലാത്ത തരത്തിൽ ബോംബ് സ്ഫോടനം നടത്താനുമായിരുന്നു അവർ തീരുമാനിച്ചത്. ബോംബ് നിർമ്മാണത്തിനായിട്ടുള്ള സാമഗ്രികൾ കോഴിക്കോട് എത്തിച്ചത് ബോംബെയിൽ നിന്ന് തീവണ്ടി മാർഗത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊന്നും അല്ല, ബോംബെ നിന്നാണ് എന്ത് ചെയ്തത്, കോഴിക്കോട്ടേക്ക് ബോംബ് നിർമ്മാണത്തിലുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത്. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാണ് മക്കളെ ആരെന്ന് പറയുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം. ഓക്കെ, അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ KB മേനോൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് നേതാവാണ്? ഡോക്ടർ KB മേനോൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ KB മേനോൻ. അപ്പോൾ കീഴരിയൂർ ബോംബാക്രമണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തു വയ്ക്കണം ആരുടെ പേര്? ഡോക്ടർ KB മേനോന്റെ പേര്. കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BA കേശവൻ നായർ ആണ്. ഓക്കെ, അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ സംബന്ധിച്ച് ആധികാരിക വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് BA കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് വന്ദേ മാതരമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് ഏതെന്ന് പറയുന്നത്? വന്ദേ മാതരം. അപ്പോൾ എന്താണ് കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരം. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് BA കേശവൻ. എന്താണ് കീഴരിയൂർ ബോംബ് കേസ് സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളുള്ള ഗ്രന്ഥമാണ് ഇരുമ്പഴിക്കുള്ളിൽ എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ,
കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് നമ്മൾ പറഞ്ഞു നവംബർ 9-നാണ് അത് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവംബർ 9 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബാക്രമണം. നടന്ന ജില്ല കോഴിക്കോടാണ്. നടന്ന വർഷം 42 നവംബർ 17. നവംബർ 17 എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 10 ഇട്ട് 27 ടോട്ടൽ വ്യക്തികൾ അറസ്റ്റിലായത് എത്രയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, 27. KB മേനോൻ ഉൾപ്പെടെ 13 പേർ ആജീവനാന്ത തടങ്കലിലായി. ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ്, ബോംബ് നിർമ്മാണത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ബോംബെയിൽ നിന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ച ദേശീയ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ. ഓക്കെ, കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നവംബർ 9-നാന്നുള്ളതും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും നമുക്കൊന്ന് നോക്കാം. അതായത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ് ഒന്ന് വിദേശ വസ്ത്ര ബഹിഷ്കരണം. ഓക്കെ, അപ്പോൾ എന്താണ്, ദേശീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഒന്ന് വിദേശ വസ്ത്ര ബഹിഷ്കരണം. എന്താണ്, വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. അതേപോലെ തന്നെ മദ്യഷാപ്പ് പിക്കറ്റിങ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം. ഇതൊക്കെയായിരുന്നു സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളിലും ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള, അതായത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്, അതായത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിങ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, ആനി മസ്കറിനാണ്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാം. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം എന്ന വർക്കല ക്ഷേത്ര മൈതാനത്ത് വച്ച് സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ഈ പ്രസംഗം നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി മസ്കറിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. ആരുടെ പ്രസംഗത്തിലെ വാക്കുകളാണിത്? ആനി മസ്കറിൻ. ആരാണ്? ആനി മസ്കറിൻ. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് 1931 വടകരയിലാണ്. 1931 വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം ചേർന്നു. ഇത് ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് 1931 വടകരയിലാണ്. 1931 വടകരയിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം ചേർന്നു. ഇതാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ഒന്ന് ഓർത്തു വെച്ചോ. AV കുട്ടിമാളുവമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്കറിൻ. അപ്പോൾ 1931 വടകരയിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം ചേർന്നു. ഇത് ആദ്യത്തെ സമ്മേളനമായിട്ട് അറിയപ്പെടുന്നു. ഈ മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ 3 വനിതകളെ ഓർത്തു വയ്ക്കുക. AV കുട്ടിമാളു, അക്കമ്മ ചെറിയാൻ, ആനി മസ്കറിൻ. അറിയുക, AV കുട്ടിമാളു, അതേപോലെ തന്നെ എന്താണ് ആനി മസ്കറിൻ, അതേപോലെ തന്നെ ആരാണ്? അക്കമ്മ ചെറിയാൻ. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളുവമ്മ. അപ്പോൾ മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളുവമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് അക്കമ്മ ചെറിയാനും അതേപോലെ തന്നെ ആനി മസ്കറിനും. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകളാണ് അക്കാമ ചെറിയാനും അതേപോലെ തന്നെ ആനി മസ്കറിനും. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തമായ പെൺകുട്ടിയാണ് കൗമുദി ടീച്ചർ.
ഒരു കാലത്ത് റാങ്ക് മേക്കിംഗ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമൊക്കെ ആയി. കാരണം ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തമായ പെൺകുട്ടി ആരാണ് താഴെ പറയുന്നവയിൽ എന്ന് ചോദിച്ചാൽ അത് കൗമുദി ടീച്ചറാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അന്നൊക്കെ ഇത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. കാരണം നമുക്കറിയാം ഇത്രയും അതായത് തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഗാന്ധിജിക്ക് അഴിച്ചു കൊടുത്തു ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് വന്ന ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത്രയും വലിയൊരു മനസ്സുള്ള ആളുകളൊന്നും ഇന്ന് നമുക്ക് കാണാനില്ല. പിന്നെ ഇന്നത്തെ വില നമുക്കറിയാലോ സ്വർണത്തിന്റെ. അന്നും അത്രത്തോളം വിലയൊക്കെ ഉണ്ടാവും അന്നേരത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്തമായ പെൺകുട്ടിയാണ് കൗമുദി ടീച്ചർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളും അതിന് നേതൃത്വം നൽകിയ വനിതകളും ചിലപ്പോൾ ചോദിക്കാം. ഒരു മാർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് TC കൊച്ചുകുട്ടിയമ്മയാണ്. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആരാണ്? TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരത്തിന് നേതൃത്വം നൽകിയത് ജയലക്ഷ്മി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? ജയലക്ഷ്മി. ഓക്കെ, അപ്പൊ ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജയലക്ഷ്മി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്ഷേത്രപ്രവേശന പരിപാടിക്ക് ആരാണ്? PM കമലാവതിയാണ്. ആരാണ്? PM കമലാവതി. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് അത് AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് AV കുട്ടിമാളു അമ്മ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയാണെങ്കിൽ ആര്യ പള്ളമാണ്. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര ആര്യ പള്ളം. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K ദേവയാനി. ഓക്കെ, അപ്പോൾ കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K ദേവയാനി. തോൽവിറക് സമരമാണെങ്കിൽ M കാർത്യായനി അമ്മയാണ്. തോൽവിറക് സമരം M കാർത്യായനി അമ്മ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോൺ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തു വച്ചോ. കേരളത്തിൽ രാഷ്ട്രീയ സംഭവങ്ങളും അതിന് നേതൃത്വം കൊടുത്ത വനിതകളുമാണ്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരത്തിന് ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിംഗ് AV കുട്ടിമാളു അമ്മ. നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്ര ആര്യ പള്ളമാണ്. കളർക്കോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരം K ദേവയാനി. തോൽവിറക് സമരം M കാർത്യായനി അമ്മ. നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോൺ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം പുന്നപ്ര വയലാർ സമരം. ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചോദ്യം വർഷം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നമുക്ക് നേരെ നോക്കാം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണുള്ളത്. എന്നാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. നടന്ന ജില്ല ആലപ്പുഴ. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് നോൺ ആസ് തുലാം 10 സമരം. ഓക്കെ, അപ്പോൾ തുലാം 10 സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നു. ഓക്കെ, പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്നവയിൽ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെട്ടവരെല്ലാം ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്ന് ചോദിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ. 5 പേരെയും പഠിച്ചു വച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? കെ ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ. അപ്പോൾ എവിടെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? ആലപ്പുഴ ജില്ലയിലാണ്. എന്നാണ്? 1946 ഏത് പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നു? തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പുന്നപ്ര വയലാർ സമരത്തെയാണ് എന്ത് തുലാം 10 സമരം എന്ന പേരിലും അറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്ത വിഭാഗങ്ങൾ ആലപ്പുഴ നഗരത്തിലെ വ്യവസായ തൊഴിലാളികളും പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികളും വയലാറിലെ കുടിയാന്മാർ തുടങ്ങിയവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തത്. 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒന്ന്, ആലപ്പുഴ നഗരത്തിലെ വ്യാവസായിക തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ എന്നിവരാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പോലീസുകാരുമായി പ്രകടനം നടത്തി ഏറ്റുമുട്ടിയ വിഭാഗം. ഓക്കെ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. വെരി 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 ഇമ്പോർട്ടന്റ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ഏതാണ് മക്കളെ? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഏതാണ്? തലയോട്. ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഉലക്ക. ഓക്കെ. അപ്പോൾ തലയോട് തകഴി ശിവശങ്കരപിള്ള, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി കേശവദേവ്, കേശവൻ ഉലക്ക, അതേപോലെ തന്നെ എന്താണ്? തകഴി തലയോട്. അപ്പോൾ തലയോട്, അതേപോലെ തന്നെ എന്താണ്? കേശവദേവ് ഉലക്ക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ VK മോഹൻകുമാർ എഴുതി 2018 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ VK മോഹൻകുമാർ എഴുതി 2018 വയലാർ അവാർഡ് നേടിയ കൃതി താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് കരിവെള്ളൂർ സമരം. ഓക്കെ. കരിവെള്ളൂർ സമരം പ്രമുഖന്മാരുടെ നെല്ല് പൂത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരം. ഓക്കെ. അപ്പോൾ പ്രഭുക്കന്മാര് എല്ലാവരും എന്ത് ചെയ്യാണ്? നെല്ലൊക്കെ പൂത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നടന്ന ഒരു സമരമാണ് ഏതെന്ന് പറയുന്നത്? കരിവെള്ളൂർ സമരം എന്ന് പറയുന്നത്. നടന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 1946 കരിവെള്ളൂർ സമരം നടക്കുന്നത്. നടന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ കരിവെള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ. അപ്പോൾ കരിവെള്ളൂർ സമരം നടന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടക്കുന്നത്. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കളാണ് AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. 4 പേരെയും ഓർത്തു വെച്ചോ. ആരൊക്കെയാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ? AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. ഓക്കെ. അപ്പോൾ ഇവരാണ് കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയത്. അതേപോലെ കരിവെള്ളൂർ സമരനായിക മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് മറ്റൊരു ചോദ്യമാണ്. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് K ദേവയാനിയാണ് കരിവെള്ളൂർ സമരനായിക. കരിവെള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളാണ് തിടിൽ കണ്ണനും അതേപോലെ തന്നെ കീനേരി കുഞ്ഞമ്പു. ഓക്കെ. അപ്പോൾ തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പു ആണ് ഇതിന്റെ രക്തസാക്ഷികൾ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 6 പോയിന്റ്സ് ആണ്. ഒന്ന് എന്താണ്? പ്രമുഖന്മാരുടെ അതായത് പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ നടത്തിയ സമരമാണ് കരിവെള്ളൂർ സമരം. നടന്ന വർഷം 46. അതേപോലെ നടന്ന ജില്ല കണ്ണൂരാണ്.
ഇനി ഇതിന് നേതൃത്വം നൽകിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. ഇനി ആരാണ് കരിവള്ളുവർ സമരനായിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K ദേവയാനി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കരിവള്ളുവർ സമരത്തിലെ രക്തസാക്ഷികള് രണ്ടുപേരെ ഓർത്തോ, തിടിൽ കണ്ണനും കിനേരി കുഞ്ഞമ്പു എന്നുള്ളതും. ഓക്കെ, ഇനി അടുത്തതാണ് തോൽ വിറക് സമരം. വടക്കേ മലബാറിലെ ചീമേനിക്കാടുകളിൽ നിന്ന് ജനങ്ങൾ തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂവുടമകൾ എതിർത്തതിനെ തുടർന്ന് നടന്ന സമരമായിരുന്നു തോൽവിറക് സമരം. ഓക്കെ, അപ്പോൾ വടക്കേ മലബാറിലെ ചീമേനിക്കാടുകളിൽ നിന്ന് ജനങ്ങൾ എന്താണ് തോലും വിറകും അവരെന്താണ് സൗജന്യമായിട്ടാണ് അവിടെ നിന്ന് ശേഖരിച്ചുകൊണ്ടിരുന്നത്. ഇതിനെതിരെ നടത്തിയ സമരമാണ് തോൽവിറക് സമരം. ഇതെന്താണ്? ഈ ഒരു സമ്പ്രദായം നിർത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എന്താണ് ഈ പറയുന്ന എസ്റ്റേറ്റിലെ ഉടമകൾ പറയുകയും അതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് തോൽവിറക് സമരം എന്ന് പറയുന്നത്. നടന്ന വർഷം 46 നവംബർ 15 തോൽവിറക് സമരം നടന്നത് ചീമേനി എന്ന് പറയുന്ന സ്ഥലമാണ്, കാസർഗോഡ് ജില്ലയിലെ. തോൽവിറക് സമരനായിക വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാർത്യായനി അമ്മയാണ് തോൽവിറക് സമരനായിക. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാർത്യായനി അമ്മയാണ് തോൽവിറക് സമരനായിക, കാർത്യായനി അമ്മ. അപ്പോൾ നടന്ന വർഷം 46, നടന്ന ജില്ല കാസർഗോഡ്. എന്തിനായിരുന്നു? ചീമേനിക്കാടുകളിൽ നിന്ന് എന്താണ് ജനങ്ങൾ തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂവുടമകൾ എതിർത്തതിനെ തുടർന്ന് നടന്ന സമരമാണ് തോൽവിറക് സമരം. ഓക്കെ, അടുത്തതാണ് കൂട്ടംകുളം സമരം. തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കൂട്ടംകുളം സമരം. നടന്ന വർഷം 1946 കൂട്ടംകുളം സമരം നടന്നത്. സമരനായകരാണ് കാട്ടുപറമ്പൻ, PC കറുമ്പ, PK കുമാരൻ, മാസ്റ്റർ KV ഉണ്ണി, P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, ശാരദ കുമാരൻ. ഇത്രയും പേരാണ് കൂടംകുളം സമരനായകർ എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം: കാട്ടുപറമ്പൻ, PC കറുമ്പ, PK കുമാരൻ, മാസ്റ്റർ KV ഉണ്ണി, അതേപോലെ P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, ശാരദ കുമാരൻ. ഏകദേശം 7 പേരാണ് ഈ കൂടംകുളം സമരവുമായി ബന്ധപ്പെട്ട സമര നായകർ എന്ന് പറയുന്നത്. തൃശ്ശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം, അതാണ് കൂട്ടംകുളം സമരം. നടന്നത് 46 ഓർത്തു വയ്ക്കുക. നടന്ന സ്ഥലമാണ് ഇരിങ്ങാലക്കുട. പ്രധാന നേതാവ് കാട്ടുപറമ്പനാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പൊ കൂടംകുളം സമരവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് കാട്ടുപറമ്പനാണ്. നടന്ന വർഷം 46, നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യ ക്ഷേത്രമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് കൂത്താളി സമരം. കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് നടന്ന സമരം. ഇതാണ് കൂത്താളി സമരം. ഓക്കെ, അപ്പോൾ കൂത്താളി എസ്റ്റേറ്റിലെ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതിനെ തുടർന്ന് നടന്ന സമരമാണ് കൂത്താളി സമരം എന്ന് പറയുന്നത്. കൂത്താളി സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന കർഷക സംഘം. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം വെരി വെരി ഇമ്പോർട്ടന്റ്, ഒത്തിരി തവണ എന്താണ് PSC ചോദിച്ചേക്കണെയാണ്: ചത്താലും ചെത്തും കൂത്താളി, ചത്താലും ചെത്തും കൂത്താളി. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടാണ്. ചത്താലും ചെത്തും കൂത്താളി, ചത്താലും ചെത്തും കൂത്താളി. ഓക്കെ, കൂത്താളി സമരം നടന്ന പ്രദേശങ്ങളാണ് ചങ്ങരോത്ത്, ചക്കിട്ടിപ്പാറ, കൂരാച്ചുണ്ട്. ഓക്കെ, അപ്പോൾ കൂത്താളി സമരം നടന്ന പ്രദേശങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതൊക്കെയാ? ചങ്ങരോത്ത്, ചക്കിട്ടിപ്പാറ, കൂരാച്ചുണ്ട്. അപ്പോൾ ചങ്ങരോത്ത്, ചക്കിട്ടിപ്പാറ, കൂരാച്ചുണ്ട് എന്നീ പ്രദേശങ്ങളിലാണ് ഏത് കൂത്താളി സമരം നടന്ന പ്രദേശങ്ങൾ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോടാണ്. നടന്നത് 40:50. കൂത്താളി കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ കൂത്താളി സമരം 40:50. കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്: ചത്താലും ചെത്തും കൂത്താളി, ചത്താലും ചെത്തും കൂത്താളി. ഓക്കെ, അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. നടന്ന വർഷം 1947-48 പാലിയം സത്യാഗ്രഹം. 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം
അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതായത് അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും, നമുക്കറിയാം ഇതേ സാധനം തന്നെയാണ് നമ്മൾ എവിടെ അന്നേരം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹത്തിന്റെയും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. അതായത് എന്താണ്, അവർണർക്ക്, അതായത് അഹിന്ദുക്കൾക്ക് വരെയും അവിടെ പ്രതീക്ഷിക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കുമാണ്. അവിടെ അവർണർക്ക് മാത്രമായിരുന്നു പ്രവേശിക്കാനായിട്ട് നിലവിൽ എന്ത് ചെയ്യാൻ പാടില്ലാതിരുന്നത്. ഓക്കെ, അപ്പോൾ ആ തീണ്ടപ്പലകളൊക്കെ എടുത്തു കളഞ്ഞതായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതേപോലെ തന്നെയുള്ള മറ്റൊരു സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. ഓക്കെ, ഇനി കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്ന പാലിയത്തച്ഛന് ജനങ്ങൾ ഇത് സംബന്ധിച്ചുള്ള നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പാലിയത്തെ പൊതു റോഡ് സമസ്ത ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും നടത്തിയ സത്യാഗ്രഹം, ഇതാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, പാലിയത്തെ പൊതു റോഡ് സമസ്ത ജാതിക്കാർക്കും, അതായത് എല്ലാവർക്കുമായി എന്ത് ചെയ്യുക, തുറന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്താണ്, സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നടത്തിയ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് 1947 ഡിസംബർ 4. അപ്പോൾ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് മക്കളെ? സി കേശവനാണ്. എന്നാണ്? 1947. കോഴഞ്ചേരി പ്രസംഗം നടത്തിയ പ്രമുഖ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? സി കേശവൻ തന്നെയാണ്. ഇതിന്റെ ഫലമായി കൊച്ചിയിലെ പാലിയത്ത് അച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നു കൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫലമായി, പാലിയം സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് കൊച്ചിയിലെ പാലിയത്തച്ഛന്റെ വാസസ്ഥലത്തിന് മുന്നിലൂടെയുള്ള പ്രധാന വഴി തുറന്നു കൊടുക്കാൻ പാലിയത്ത് കുടുംബം നിർബന്ധിതരായത്. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. ഓർത്തു വയ്ക്കുക, പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളം. പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകളായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി SNDP. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകൾ, കാരണം പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട വനിതകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വെറൈറ്റിയാണ്. അപ്പോൾ ഓർത്തു വെച്ചോ, പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകൾ ഏതൊക്കെയാണ്? പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകളാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 1, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 3 SNDP. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP ഒക്കെയാണ് പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകൾ. AG വേലായുധന്റെ മരണത്തെ തുടർന്നാണ് സത്യാഗ്രഹം പിൻവലിച്ചത്. അപ്പോൾ ആരുടെ മരണത്തെ തുടർന്നാണ് പാലിയം സത്യാഗ്രഹം പിൻവലിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AG വേലായുധന്റെ മരണത്തെ തുടർന്നാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധൻ. ഓർത്തു വയ്ക്കുക, പാലിയം സത്യാഗ്രഹത്തില് രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിതയാണ് KK കൗസല്യ. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? KK കൗസല്യാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത KK കൗസല്യ. പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ വനിതകളാണ് ചിറക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടിയും അതേപോലെ തന്നെ ആര്യ പള്ളവും. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാ? ചിറക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടിയും ആര്യ പള്ളവും. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലത്തെ വനിതകളാണ് കുഞ്ഞൂട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ്. ഓക്കെ, അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ആരൊക്കെയായിരുന്നു വനിതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരൊക്കെ? അതായത് കുഞ്ഞൂട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ്. ഇവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിച്ചാൽ ശ്രീദേവി എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്. അപ്പോൾ കുഞ്ഞൂട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ് ഇവരുടെ പേരിൽ ഇവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശ്രീദേവി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് മലയാള മനോരമയാണ്. എന്താണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി. സ്ത്രീകളും
സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടുകൂടി ലേഖനമെഴുതിയ മലയാള പത്രമേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള മനോരമ. കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി പാലിയം സത്യാഗ്രഹം അവസാനിക്കുകയാണ്. അപ്പോൾ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി പാലിയം സത്യാഗ്രഹം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാലിയം സത്യാഗ്രഹം നടന്നത് 47, 48 ഏത് ജില്ലയിലാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മാഹി വിമോചനം. മാഹി വിമോചന സമരം നടന്നത് 1948. മാഹി വിമോചന സമരത്തിന്റെ നേതാവാണ് IK കുമാരൻ മാസ്റ്റർ. അപ്പോൾ മാഹി വിമോചന സമരം നടന്ന വർഷം 48. മാഹി വിമോചന സമരത്തിന്റെ നേതാവാണ് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടനയാണ് മഹാജനസഭ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹി വിമോചന സമരത്തിന്റെ നേതാവ് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്ത സംഘടനയാണ് മഹാജനസഭ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഇത്രയും പഠിച്ച ഓരോ വർഷങ്ങളും ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. അതായത് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1946 പുന്നപ്ര വയലാർ. 1946 ഏത് ജില്ലയിലാ? ആലപ്പുഴ ജില്ല. കരിവള്ളുവർ സമരം 46 നടന്നത്, കണ്ണൂർ ജില്ല. തോൽവിറക് സമരം എവിടെയാ? 1946 ചീമേനി, കാസർഗോഡ്. കൂട്ടംകുളം സമരം 1946 ഇരിങ്ങാലക്കുട. കൂത്താളി സമരം 1940-50 കോഴിക്കോട്. പാലിയം സത്യാഗ്രഹം 1947-48 എറണാകുളം. മാഹി വിമോചന സമരം 1948 മാഹിയിലാണ്. ഓക്കെ, അപ്പോൾ പുന്നപ്ര വയലാർ 46, കരിവള്ളുവർ 46, തോൽവിറക് 46, കൂട്ടംകുളം 46. ഇത്രയും 1946 നടന്ന സമരമാണ്. ഇനി കൂത്താളി 40-50, പാലിയം സത്യാഗ്രഹം 47-48, മാഹി വിമോചന സമരം 1948 ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് മലയാളത്തില് നമുക്കിന്ന് നോൺ ഗ്രാമർ പഠിക്കാനുള്ളത് വിശേഷണങ്ങളാണ്. മലയാളത്തിലെ വിശേഷണങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. സരസകവി ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. മൂലൂർ പത്മനാഭ പണിക്കരാണ് സരസകവി. മൂലൂർ പത്മനാഭ പണിക്കർ. വിഷാദത്തിന്റെ കവിയത്രി സുഗതകുമാരിയാണ്. വിഷാദത്തിന്റെ കവിയത്രി സുഗതകുമാരി. സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പാണ്. സൂര്യകാന്തിയുടെ കവി ജി ശങ്കരക്കുറുപ്പ്. കുട്ടനാടിന്റെ കഥാകാരൻ തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ. തൂലിക പടവാളാക്കിയ കവിയാണ് വയലാറ്. തൂലിക പടവാളാക്കിയ കവി വയലാറ്. ശുഭിത യൗവനത്തിന്റെ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ശുഭിത യൗവനത്തിന്റെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയത് കുഞ്ഞൻ നമ്പ്യാർ. ബേപ്പൂർ സുൽത്താൻ ബഷീറാണ്. വിഷാദത്തിന്റെ കഥാകാരി രാജലക്ഷ്മിയാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. നിളയുടെ കവി, സരസകവി, വിഷാദത്തിന്റെ കവിയത്രി സൂര്യകാന്തിയുടെ കവി, കുട്ടനാടിന്റെ കഥാകാരൻ, തൂലിക പടവാളാക്കിയ കവി, ശുഭിതനായ യൗവനത്തിന്റെ കവി, കവിത ചാട്ടവാറാക്കി, ബേപ്പൂർ സുൽത്താൻ, വിഷാദത്തിന്റെ കഥാകാരി, സരസകവി. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചോ, അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്കൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അവസാനം നമുക്ക് റിവിഷന്റെ ഭാഗത്ത് ഇതെല്ലാം ഉപകരിക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. ആൻ അൺമാരീഡ് വുമനെയാണ് നമ്മൾ സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. ആൻ അൺമാരീഡ് വുമൻ ആണ് എന്ത്? സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. എ ഹസ്ബൻഡ് ഓർ വൈഫ് സ്പോസ്. ഇനി എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ് ആണ് വിഡോ എന്ന് പറയുന്നത്. എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്, വിഡോ. അനിമൽ ദാറ്റ് ക്യാൻ ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ആണ് ആംഫീബിയൻ എന്ന് പറയുന്നത്. അനിമൽ ദാറ്റ് ക്യാൻ ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്ന മൃഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഫീബിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനിമൽസ് ഓഫ് സർട്ടൺ റീജിയൻ ആണ് ഫോണ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അനിമൽ ഓഫ് സർട്ടൺ റീജിയൻ ആണ് ഫോണ. ഓക്കെ, എ സ്റ്റോറി ഇൻ വിച്ച് ഐഡിയ ആർ സിംബലൈസ്ഡ് ആസ് പീപ്പിൾ ആണ് അലിഗറി എന്ന് പറയുന്നത്. എ സ്റ്റോറി ഇൻ വിച്ച് ഐഡിയ ആർ
symbolized as people allegory. A collection of poems or prose piece ആണ് ആന്തോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ കളക്ഷൻ ഓഫ് പോയംസ് ഓർ പ്രോസ് പീസ് ആന്തോളജി. സംതിങ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ബുക്ക് ആണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. സംതിങ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ബുക്ക് അപ്പൻഡിക്സ്. റൈറ്റിംഗ് ഓഫ് പ്യുവർലി ലിറ്റററി കൈൻഡിലാണ് ബെൽ സെറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് ഓഫ് പ്യുവർലി ലിറ്റററി കൈൻഡ് ആണ് ബെൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ഓതർ ആണ് ബിബ്ലിയോഗ്രഫി. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഓഫ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ഓതർ ബിബ്ലിയോഗ്രഫി. എ ലവർ ഓഫ് ബുക്സ് ആണ് ബിബ്ലിയോഫിലി. ഓക്കെ, എ ലവർ ഓഫ് ബുക്സ് ബിബ്ലിയോഫിലി എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ഈ 2 ടോപ്പിക്സും കംപ്ലീറ്റ് ആയി. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഓരോ ടോപ്പിക്സും വളരെ ചിട്ടയോടെ കൂടി തന്നെയാണ് പഠിച്ച് റിവിഷൻ ചെയ്ത് സെറ്റായി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുക, എല്ലാ ദിവസവും ക്ലാസ്സുകൾ പഠിക്കുക, അതേപോലെ എല്ലാ ദിവസവും ക്ലാസ്സിലെ നോട്ട് പഠിക്കുക, എല്ലാ ദിവസവും നിങ്ങൾ ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനും പറയുന്നത്. കാരണം നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് കേട്ടതിന് ശേഷം അതിൻ്റെ അതേപോലെ തന്നെയുള്ള നിങ്ങൾക്ക് PDF നോട്ട് ലഭിക്കും. ആ നോട്ട് നിങ്ങൾ വായിച്ചതിന് ശേഷം വൈകിട്ട് ഈ ഒരു നിലവിലെ ഈ പറയുന്ന സബ്ജക്റ്റിലെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന 2021-25 ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബോർഡുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയതിന് ശേഷം നമ്മൾ വീക്കിലി ഈ 3 ക്ലാസ്സിൻ്റെയും റിവിഷൻ ഏകദേശം 100ഓളം അല്ലെങ്കിൽ ഒരു 50ഓളം ചോദ്യങ്ങൾ കൊണ്ടുള്ള ഒരു റിവിഷൻ കൂടി നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും അടുത്ത റാങ്കിൽ ആദ്യത്തെ 100ൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും പഠിക്കുക. ഇത്ര മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് വരാനുള്ള ഏക ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കണത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, മറന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമാണ് ഒരു എന്തെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതേപോലെ കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ 9 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് നിലവിൽ കാണണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിലവിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഓരോന്നും കണ്ടു തീർക്കുക. അല്ലെങ്കിൽ നമ്മുടെ വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു സാറേ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉൾപ്പെടുത്തണോ, അല്ലെങ്കിൽ വീക്കിലി നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആയിട്ട് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ വീണ്ടും ഇത് ഭയങ്കര ലെങ്തി ക്ലാസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് നോട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് വേണോ കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഒരു 10 കറണ്ട് അഫയേഴ്സ് വെച്ച് പറഞ്ഞു പോവുകയാണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടും, അപ്പോൾ മൊത്തമായിട്ട് നിങ്ങൾ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് വേണമെന്നത്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഇത് കാണുക, അതേപോലെ തന്നെ പഠിക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. അതേപോലെ എൻ്റെ PDF നോട്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ആത്മാർത്ഥത്തോടു കൂടി തന്നെ ഇതിനെ സമീപിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.